അത് കഴിഞ്ഞ് ആ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഉമ്മറത്തേക്ക് അദ്ദേഹം ദർശനം കൊടുക്കുവാനായി ഇറങ്ങുന്നത്. അപ്പോൾ മാഷിൻ്റെ ഒരു വിശദീകരണവും ഒരു ഭാഷ്യവുമാണ്. കുറച്ചത് ഒരു ഭാവുകത്വമുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷേ അത്ര ദൈവതുല്യമായി അദ്ദേഹം ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകനായതുകൊണ്ടാവണം അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഭാര്യ ഒരു വെള്ളിപ്പാത്രത്തിൽ നാണയത്തുട്ടുകളും പൈസയും നോട്ട് കെട്ടുകളും ഒക്കെ ആയിട്ട് വരും. പലർക്കും ദാനം ചെയ്യാനും പല സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു രംഗമാണ്. അത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ കാണാനെത്തുന്നവരെയൊക്കെ ഈ പാട്ടിൻ്റെ അവസരം തേടി വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ മാഷിനെ ഇതുപോലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ തമ്പി നീ അങ്ങ് സ്റ്റുഡിയോയിൽ വാ, അവിടെ ഞാൻ പാട്ട് കേൾക്കാവുന്നു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ വീണ്ടും അവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് പോകും. പലപ്പോഴും ഇങ്ങനെ ഇത് ആവർത്തിച്ചു. അപ്പോൾ AVM സ്റ്റുഡിയോയിൽ MS വിശ്വനാഥന് കമ്പോസ് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെന്ന് ഇങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ പല ദിവസം പുള്ളി കാത്തു നിന്നതിന് ശേഷമാണ് ഒരു ദിവസം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്ന MSV രവീന്ദ്രൻ മാസ്റ്ററെ കണ്ടത്. ആ തമ്പി നീ, അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ത്യാഗരാജൻ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ പറഞ്ഞു.